Hello friends, GK World and PSC-യിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച e-learning പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് GK World and PSC-യുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ലേറെ കോഴ്സുകൾ 300-ൽ അധികം ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ Unacademy the learning app Play Store ൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ Gmail ID അല്ലെങ്കിൽ Facebook ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ അധികം ലെസൺസ് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് Unacademyയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും GK വേൾഡ് ആൻഡ് PSC-യുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ റിവിഷൻ ടെസ്റ്റ് ആണ്. നമ്മൾ Unacademy കുറേ ലെസൺസ് ഇട്ടായിരുന്നു, അതിൻ്റെ ഒരു റിവിഷൻ ടെസ്റ്റ് ആണ് ഇതിലൂടെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ ഇടും, ക്വസ്റ്റ്യൻ വായിക്കും. അതിനുശേഷം നിങ്ങൾ ഓപ്ഷൻ നോക്കിയ ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പേന കൊണ്ട് ഓപ്ഷൻ എ ആണെങ്കിൽ 1 എന്ന നമ്പർ ഇട്ടിട്ട് ഓപ്ഷൻ എ ആൻസർ ആണെങ്കിൽ ഓപ്ഷൻ എ എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ആ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ എന്താണ് ഓപ്ഷൻ 1 എന്ന നമ്പർ ഇട്ടിട്ട് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം. എ ആണ് എ, ബി ആണ് ബി, സി ആണ് സി, ഡി ആണ് ഡി എന്ന് അങ്ങനെ നമ്പർ ഇട്ട് മാത്രം എഴുതുക. ലാസ്റ്റ് ഞാൻ ആൻസർ പറയാം. നിങ്ങൾക്ക് എത്രത്തോളം ശരി ഉത്തരമുണ്ട്, എത്രത്തോളം മൈനസ് വരുന്നു എല്ലാം ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരിക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അയച്ചു തരിക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണമെങ്കിൽ മെച്ചപ്പെടുത്താം. കുറേ ട്രിക്സുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അല്ലാതെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മൈനസ് മാർക്ക് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പോയതാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഞാൻ നേരത്തെ ക്ലാസ്സുകളൊക്കെ അയച്ചിരുന്നു, അതെല്ലാം കണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ബുക്കും പേനയും എല്ലാം എടുത്ത് വെച്ചിട്ട് ഈ ക്ലാസ്സുകൾ കാണുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ പഠിച്ചതിന് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾ നോക്കുക ഇത് കണ്ട ശേഷം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആൻസർ നോട്ട് ചെയ്യുക. കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഏതാണെന്ന് വായിച്ചു നോക്കിയ ശേഷം നിങ്ങൾ നോട്ടിലോട്ട് ഓപ്ഷൻസ് ഏതാണെന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നത്, തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഏത് ഉത്തരമാണോ തോന്നുന്നത് അതിന്റെ ഓപ്ഷൻസ് എടുത്ത് എഴുതുക. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏത്? ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി. എന്ത് നിയമമാണ്? ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത ശേഷം നോക്കിയിട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര്? ഓക്കെ, അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്, ആൻസർ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓപ്ഷൻസ് നോട്ട് ചെയ്ത ശേഷം അടുത്ത ആൻസർ എഴുതിയ ശേഷം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കീഴഴിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴഴിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആൻസർ നോക്കുക, ആൻസർ നോക്കി നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ഓക്കെ, ഹിമാനുകളുടെ പ്രവർത്തന ഫലമായി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹിമാനുകളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് ഡാഷ്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, ആൻസർ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പെട്ടെന്ന് ഒരു ആൻസർ വരും, അത് ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കുക, ആ ഓപ്ഷൻ എടുത്ത് എഴുതുക.
ഓക്കെ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളൊരു 12ാമത്തെ റൂക്കല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? ഓക്കെ 4 രാജ്യം കൊടുത്തിട്ടുണ്ട്, ഏതാണെന്ന് നോക്കുക, അതിനുശേഷം ആൻസർ എടുത്ത് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ അടുത്ത നോക്കാം. സദ്യ മുതൽ ധ്രുവി വരെയുള്ള ദേശീയ ജലപാത ഏത് നദിയിലാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മനസ്സിൽ ഏത് ആൻസർ ആണോ വരുന്നത് അത് ബുക്കിൽ എഴുതുക. ഓക്കെ 13 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ, ലോകത്തിലല്ല, ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. കാക്രാപ്പാറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രാപ്പാറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, നോക്കുക, വായിച്ചു നോക്കുക. തേഭാഗ സമരം നടന്നത് എവിടെ? തേഭാഗ സമരം നടന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ മിക്സിംഗ് ആയിട്ടുണ്ട്, ഞാൻ ഓപ്ഷൻ ഒന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓപ്ഷൻ എ മൗലവി അഹമ്മദുള്ള, ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹൽ, ഓപ്ഷൻ ഡി റാണി ലക്ഷ്മി ബായി. ഓക്കെ 4 ഓപ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ആൻസർ ആ ഓപ്ഷൻ എടുത്ത് നിങ്ങൾ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ നാഴികല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 4 ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ശില്പിയാണ്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആൻസർ ഏതാ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത് എഴുതുക. ഓക്കെ അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലയന കരാർ തയ്യാറാക്കാൻ സർദാർ പട്ടേലിനൊപ്പം പ്രവർത്തിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലയന കരാർ തയ്യാറാക്കാൻ സർദാർ പട്ടേലിനൊപ്പം പ്രവർത്തിച്ചത് ആര് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആൻസർ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചത്. നിലവിൽ വന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓപ്ഷൻസ് നോക്കുക, ഏതാണ് ആൻസർ അതെടുത്ത് എഴുതുക. ഓക്കെ 22ാമത്തെ ക്വസ്റ്റ്യൻ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധർമ്മമല്ലാത്തത് ഏത്? ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മമല്ലാത്തത് ഏത്? ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിക്കുന്ന വകുപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓപ്ഷൻസ് എടുത്ത് എഴുതുക. മൈക്രോ ഫിനാൻസിന് ഒരു ഉദാഹരണം ഏത്? മൈക്രോ ഫിനാൻസിന് ഒരു ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്, എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളെയാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത് എന്നാണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഓക്കെ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻസ് ആൻസർ ചെയ്യുക. ബാലാവകാശങ്ങൾ സംബന്ധിച്ച് അഖിലേന്ത്യാ പ്രഖ്യാപനം വന്നത് എപ്പോൾ? ബാലാവകാശങ്ങൾ സംബന്ധിച്ച് അഖിലേന്ത്യാ പ്രഖ്യാപനം വന്നത് എപ്പോൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ആൻസർ ചെയ്യുക. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ആൻസർ നോക്കുക, അതിനുശേഷം ആൻസർ എഴുതുക. ഓക്കെ 2003 89ാം ഭരണഘടന ഭേദഗതിയുടെ പ്രസക്തി എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ 29 ക്വസ്റ്റ്യനും നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ 29 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ എല്ലാം എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ആൻസർ നോക്കാം. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെന്ന് സത്യസന്ധമായി നോക്കുക. അതിനുശേഷം എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സുകൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് കാണണം എന്നൊക്കെ ഞാൻ പറയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
മാക്സിമം കമന്റും മെസ്സേജും ആയിട്ടൊക്കെ എനിക്ക് അയച്ചു തരിക. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ട്. ഇപ്പോൾ 29 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫുൾ 29 കറക്റ്റ് ആയിട്ടുണ്ട്, അല്ല എത്ര എണ്ണം നെഗറ്റീവ് ആയിട്ടുണ്ട്, എത്ര എണ്ണം തെറ്റിപ്പോയിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾ നോക്കിയ ശേഷം എനിക്ക് അയച്ചു തരിക. എങ്കിലേ എനിക്ക് നിങ്ങളുടെ ഒരു നിങ്ങളെ എനിക്ക് വിലയിരുത്താൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം ഞാൻ ഇതിലൂടെ പങ്കുവെക്കുന്നതാണ്. യൂട്യൂബ് അങ്ങനെ എല്ലാവരും പിന്തുടർന്ന് ക്ലാസ്സുകളൊക്കെ കാണുക, മാക്സിമം സപ്പോർട്ട് തരിക. അൺഅക്കാഡമി ഷഫീസ് മാൽ എന്ന് പറയുന്ന പ്രൊഫൈൽ ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ആൻസർ വായിക്കാം, നിങ്ങൾക്ക് എത്രത്തോളം ശരി ഉത്തരം വന്നു എന്ന് നോക്കുക. ഓപ്ഷൻസ് മാത്രം, നമ്പറും ഓപ്ഷൻസും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം ശരി ഉത്തരം വന്നു എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഒന്നിന്റെ ആൻസർ സി ആണ്, രണ്ടിന്റെ ആൻസർ ബി, മൂന്നിന്റെ ആൻസർ സി, നാലിന്റെ ആൻസർ എ, അഞ്ചിന്റെ ആൻസർ ഡി, ആറിന്റെ ആൻസർ ബി, ഏഴിന്റെ ആൻസർ ഡി, എട്ടിന്റെ ആൻസർ ബി. പക്ഷെ ഇതിൽ എട്ടിന്റെ ആൻസറിനകത്ത് ഒരു തെറ്റുണ്ട്. അത് നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിനകത്ത് എന്ന് വെച്ചാൽ ഇത് എടുത്തിരിക്കുന്നത് PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും കീ എടുത്തിരിക്കുന്നത്. അതിൽ എട്ടിന്റെ ആൻസർ ബി ആണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ PSCയുടെ റൂൾ പ്രകാരം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എട്ടിന്റെ ആൻസർ വന്നിരിക്കുന്നത് എ ആണ്. ഇതിലെന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാം. ഓക്കെ, 9ന്റെ ആൻസർ എ, 10ന്റെ ആൻസർ ബി, 11 സി, 12 ബി, 13 എ, 14 ബി, 15 ബി, 16 സി, 17 സി, 18 എ, 19 ബി, 20 ഡി, 21 ബി, 22 ബി, 23 സി, 24 ഡി, 25 എ, 26 ബി, 27 ഡി, 28 സി, 29 ബി. അപ്പം 29 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിലൂടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ എത്രത്തോളം നെഗറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഇത്രയൊക്കെ ചെയ്തു, അല്ലെ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാം. മൊത്തം ആൻസറും ശരിയായെന്ന് പറഞ്ഞാൽ അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും കാണിക്കണ്ട. ഇത് നമ്മൾ ജസ്റ്റ് ബേസിക്, പിന്നെ മാക്സിമം ഒരുപാട് തെറ്റുത്തരം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളത് മെച്ചപ്പെടുത്തി എടുക്കും. നമ്മുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ എത്ര ആൻസർ തെറ്റിക്കോട്ടെ. ഇനി ഈ 29 ക്വസ്റ്റ്യനും ഈ 29 നിങ്ങൾ തെറ്റിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുന്നത്, ഞാൻ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ പിന്തുടർന്ന് കാണുക. ഞാൻ അതിനുള്ള ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഒരു 5 ഉത്തരം തെറ്റിപ്പോയി, 10 ഉത്തരം തെറ്റിപ്പോയി, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഓർമ്മശക്തിയുടെ കുറവ് മൂലമാണ് അത് മനസ്സിൽ നിൽക്കാത്തത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ പ്രാക്ടീസ് കൂട്ടുക. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് 2 മെത്തേഡിൽ കാണുക. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഡിയോ കേട്ട് പഠിക്കുക, രണ്ടാമത്തെ മെത്തേഡ് ഓഡിയോ ഓഫ് ആക്കിയിട്ട് റീഡ് ചെയ്ത് പഠിക്കുക. ഈ 2 മെത്തേഡും പഠിച്ചിട്ട് അടുത്ത റിവിഷൻ ടെസ്റ്റ്, ഈ റിവിഷൻ ടെസ്റ്റ് തന്നെ നിങ്ങൾ 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ടെന്ന് നോക്കാം. ഇതിൽ നെഗറ്റീവ് മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് അതൊന്ന് കോൺസെൻട്രേഷൻ ചെയ്ത് പഠിക്കുക. എന്നിട്ട് പിന്നെയും ടെസ്റ്റ് ചെയ്യുക. ഇതിന് എപ്പോഴാണോ 29 മാർക്ക് കിട്ടുന്നത് അതുവരെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് ഈ റിവിഷൻ പങ്കെടുക്കുക. അത് 1, 2 ദിവസം 3 ദിവസം, മാക്സിമം പോയ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 13-14 മിനിറ്റ്, അത്രയോ ടൈം നിങ്ങളുടെ പോകത്തുള്ള ഒരു ദിവസത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ 29 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലിരിക്കും. ഏതൊരു എക്സാമിനും ഞാൻ പറഞ്ഞില്ല, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമിനും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. നിങ്ങളൊരു റാങ്ക് ഫയൽ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ചാപ്റ്റർ ഏതൊരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുക, അതിനകത്ത് 1, 2, 3 ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 30-40 ഒരു മാർക്കെങ്കിലും ഇതിനകത്ത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നു. PSCയുടെ സ്റ്റൈൽ ഓഫ് മെത്തേഡ്സ് ഇതൊക്കെ നമ്മൾ പഠിച്ച് അത് അറിഞ്ഞ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവച്ചിരുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരുപാട് വിജയാശംസകളൊക്കെ നേരുന്നു. എല്ലാ എക്സാമിനും എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ കയറട്ടെ എന്ന വിജയാശംസയുകൊണ്ട് ഞാൻ ഈ ക്ലാസ് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്.